സർക്കാരുകളുടെ കർഷകരോടുള്ള അവഗണനയ്ക്കെതിരെ സംസ്ഥാന വ്യാപക സമരത്തിന്റെ ഭാഗമായി ചിറ്റാരിക്കാൽ കൃഷി ഓഫീസിന് മുന്നിൽ നടന്ന കർഷക കോൺഗ്രസ് ധർണ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോജൻ കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷിനു ദേവസ്യ അധ്യക്ഷനായി. ജോർജ് കരിമഠം, അഗസ്റ്റിൻ ജോസഫ്, പ്രശാന്ത് പാറേക്കുടിയിൽ, മേഴ്സി മാണി, അബ്രഹാം കാരക്കാട്ട്, ബെന്നി കോഴിക്കോട്, ബാബു നമ്പ്യാർ, സന്തോഷ് ചൈതന്യ, സെൻ പുതുപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. സംഭവിച്ചത് രാസവളങ്ങളുടെ സബ്സിഡി എടുത്തു കളഞ്ഞു. കാർഷിക വായ്പ നിർമ്മലാ സീതാരാമന്റെ ബജറ്റിൽ 3 ലക്ഷം രൂപയുടെ കാർഷിക വായ്പ പലിശ സബ്സിഡിയോടുകൂടി 3 ലക്ഷം രൂപയുടെ വായ്പ 5 ലക്ഷമായി ഉയർത്തുമെന്ന് അറിയിച്ചെങ്കിലും ഇതേവരെ 1 രൂപ പോലും കൂട്ടിത്തരാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതുപോലെ ഈ കേരളത്തിലെ പിണറായിയുടെ ഗവൺമെന്റ് നമുക്കറിയാം, കശുവണ്ടി സീസൺ കഴിയാൻ പോവാണ്. മഴ പെയ്തു, കശുവണ്ടി സീസൺ കഴിഞ്ഞു. 1 കിലോ കശുവണ്ടി ഈ നാട്ടിൽ നിന്ന് സംഭരിക്കാൻ വേണ്ടി ഗവൺമെന്റ് സാധിച്ചിട്ടില്ല. നാളികേര കൃഷിക്ക് വേണ്ടി അനുവദിച്ച കാശുകളെല്ലാം വകമാറ്റി സർക്കാർ ദൂരത്തിന് വേണ്ടി ചെലവഴിച്ചു. അതുപോലെ തന്നെ കവുങ്ങ് കർഷകർക്ക്, തെങ്ങ് കർഷകർക്ക് ആർക്കും ആനുകൂല്യങ്ങൾ, തെങ്ങ് കർഷകർക്ക് സബ്സിഡി കൊടുത്തിട്ടില്ല. റബ്ബർ കർഷകരുടെ അപേക്ഷ പോലും ക്ഷണിക്കുന്നില്ല. അതുപോലെ കാർഷിക മേഖലയെ പരമാവധി ദ്രോഹിക്കുന്ന നയങ്ങളാണ് ഈ പിണറായി ഗവൺമെന്റ് ഈ കാലഘട്ടങ്ങളിൽ ചെയ്തുകൊണ്ടിട്ടുള്ളത്. നമുക്കറിയാം, കർഷകർക്ക് വരൾച്ചയ്ക്ക് ദുരിതാശ്വാസമില്ല. മഴക്കാലത്ത് കൃഷി നാശം സംഭവിക്കുന്ന കൃഷിക്കാർക്ക് ഒരു നഷ്ടപരിഹാരം കൊടുക്കുവാനോ കഴിയുന്നില്ല. ഇത് കൃഷിഭവനുകളെ നോക്കുകുത്തികളാക്കിക്കൊണ്ട് കാലഘട്ടങ്ങൾ നീണ്ടുപോകുമ്പോൾ കർഷക കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് കേരളത്തിലെ 1000 കൃഷിഭവനുകളിലേക്ക് കർഷകരുടെ മാർച്ചും ധർണ നടക്കുകയാണ്. നമുക്കറിയാം, കർഷകർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുവാൻ ഇവിടുത്തെ ഗവൺമെന്റുകൾക്ക്, കേന്ദ്രത്തിലെ മോഡി ഗവൺമെന്റിലും കേരളത്തിലെ പിണറായി വിജയന്റെ ഗവൺമെന്റിന് സാധിച്ചില്ല എങ്കിൽ ഈ സമരം ഒരു സൂചന മാത്രമാണ്. കേരളത്തിലെയും ഇന്ത്യയിലെയും മുഴുവൻ കർഷകരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ശക്തമായ ഒരു സമര പരിപാടികൾക്ക് കർഷക കോൺഗ്രസ് നേതൃത്വം നൽകും. അതിന് ഈ സമര പരിപാടി അതിന്റെ ഒരു നാടി മാത്രമാണ്. ഈ പ്രതികൂല കാലാവസ്ഥയിലും ഈ സമര പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ കർഷകരെയും കർഷക കോൺഗ്രസ് നേതാക്കന്മാരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ, പാടിയോട്ടുചാൽ, മാതമംഗലം. പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം. ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ. കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. വിശ്വസ്ത സ്ഥാപനം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ. സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമനീയ കലവറ. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ. ഫോൺ 04985 240 650.